നമസ്കാരം. 40K ന്യൂസിലേക്ക് സ്വാഗതം. ബി.ജെ.പിക്ക് തിരിച്ചടികൾ ഒരു തുടർക്കഥയായിരിക്കുകയാണ്. ഓരോ തെരഞ്ഞെടുപ്പുകളും അത് വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതുതന്നെയാണ് സംഭവിച്ചതും. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ പരാജയം തന്നെയാണ് ബി.ജെ.പിക്ക് ഉണ്ടായതും. മാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബി.ജെ.പിക്ക് പാർലമെന്റിൽ ഉണ്ടായിരുന്ന ഭൂരിപക്ഷവും തകർന്നു. എന്നാൽ പാർലമെന്റിലെ കേവല ഭൂരിപക്ഷമില്ലാത്ത ബി.ജെ.പി ഇപ്പോൾ മറ്റു പാർട്ടികളെ ചാക്കിട്ട് പിടിക്കാനുള്ള ശ്രമത്തിലാണ്. മറ്റു പാർട്ടികളെ ചാക്കിട്ട് പിടിച്ചാൽ മാത്രമേ പാർലമെന്റിൽ ഇനി പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ എന്ന് ബി.ജെ.പിക്ക് ഇതിനോടകം തന്നെ മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ തന്ത്രങ്ങളുമായി ബി.ജെ.പി മുന്നോട്ട് വന്നിരിക്കുന്നതും. അതിന്റെ ഭാഗമായി തൃണമൂൽ കോൺഗ്രസിലെ എംപിമാരെ ചാക്കിട്ട് പിടിക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ ബി.ജെ.പി. എന്നാൽ മമതാ ബാനർജിയുടെ അനുവാദമില്ലാതെ തൃണമൂൽ കോൺഗ്രസിൽ ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ലെന്ന് ബി.ജെ.പിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ മമതാ ബാനർജിയെ സോപ്പിട്ട് കൂടെ കൂട്ടാനുള്ള വഴികൾ തേടുകയാണ് ഇപ്പോൾ ബി.ജെ.പി. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ പരാജയം സംഭവിക്കുമെന്ന കാര്യം ബി.ജെ.പിക്ക് മനസ്സിലായിരിക്കണു. അതിന്റെ ഭാഗമാണ് പുതിയ രാഷ്ട്രീയ തന്ത്രങ്ങളുമായി ബി.ജെ.പി മുന്നോട്ട് വന്നിരിക്കുന്നതും. എന്നാൽ കോൺഗ്രസ് സഖ്യവുമായുള്ള ബന്ധത്തെ കൂടുതൽ ശക്തമാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് തൃണമൂൽ കോൺഗ്രസ്. കോൺഗ്രസിന് വോട്ട് ഷെയർ കൂടുതലുള്ള മേഖലകളിൽ ഏകദേശം 30ഓളം നിയമസഭാ സീറ്റുകൾ കോൺഗ്രസിന് വിട്ടു നൽകി ബാക്കിയുള്ള സീറ്റുകളിൽ തൃണമൂൽ കോൺഗ്രസ് മത്സരിക്കുവാനാണ് സാധ്യതയുള്ളത്. ഇത്തവണ തൃണമൂൽ കോൺഗ്രസ് ഏത് രീതിയിൽ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടതാണ്. തൃണമൂൽ കോൺഗ്രസിൽ 29 എംപിമാരാണുള്ളത്. ഐക്യ ജനതാദളിലെ 12 എംപിമാരും TDPയിലെ 16 എംപിമാരും ചേർന്നാൽ പോലും തൃണമൂൽ കോൺഗ്രസിലെ എംപിമാരുടെ അത്ര വരില്ല. 240 എംപിമാരുള്ള ബി.ജെ.പിക്ക് തൃണമൂലിലെ 29 എംപിമാർ കൂടെ ആയാൽ കേവല ഭൂരിപക്ഷത്തിൽ 3 എംപിമാർ കുറവ് മാത്രമേ ഉണ്ടാവൂ. രാംവിലാസ് പസ്വാന്റെ മകൻ ചിരാഗ് പസ്വാന്റെ 5 എംപിമാർ കൂടെ ആവുകയാണെങ്കിൽ ബി.ജെ.പിക്ക് കേവല ഭൂരിപക്ഷം ആവുമെന്ന കാര്യം ഉറപ്പാണ്. അങ്ങനെ പാർലമെന്റിൽ കേവല ഭൂരിപക്ഷം ഉണ്ടാക്കുവാനാണ് ബി.ജെ.പിയുടെ ഇപ്പോഴത്തെ പദ്ധതി. എന്നാൽ ബി.ജെ.പിയുടെ ഈ തന്ത്രങ്ങളൊന്നും ഒരിക്കലും മമതയെയും തൃണമൂൽ കോൺഗ്രസിനെയും സ്വാധീനിക്കില്ല. കാരണം മഹുവ മൊയ്ത്രയും കല്യാൺ ബാനർജിയുമുള്ള തൃണമൂൽ കോൺഗ്രസിനെ സ്വാധീനിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്തെന്നാൽ മഹുവ മൊയ്ത്രയെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കിയ ബി.ജെ.പിയുടെ ഒത്തുകളിയെ അവർ അങ്ങനെയൊന്നും മറക്കില്ല. മാത്രമല്ല, ബി.ജെ.പിയുമായൊരു സഖ്യമുണ്ടായാൽ അത് തൃണമൂൽ കോൺഗ്രസിന്റെ ഭാവി തന്നെ ഇല്ലാതാക്കുമെന്നും അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ മമത ജാഗ്രതയോടുകൂടിയ കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ എന്ന കാര്യം ഉറപ്പുള്ളതാണ്. അതേസമയം മഹുവ മൊയ്ത്രയും കല്യാൺ ബാനർജിയും ഉൾപ്പെടെയുള്ള തൃണമൂൽ കോൺഗ്രസ് ബി.ജെ.പിയുമായുള്ള സഖ്യത്തിന് ഒരു താല്പര്യവും ഇതുവരെ കാണിച്ചിട്ടുമില്ല. ബി.ജെ.പിയുമായി സഖ്യമുണ്ടാക്കുന്നതിന് തൃണമൂൽ കോൺഗ്രസിലെ എംപിമാർ ശക്തമായി തന്നെ തടയുന്നുമുണ്ട്. മാത്രമല്ല, ബി.ജെ.പിയുടെ രാഷ്ട്രീയ കുതന്ത്രങ്ങളെ തിരിച്ചറിയാൻ ഇപ്പോൾ അവർക്ക് നന്നായിട്ട് അറിയാം. അതിനാൽ ബി.ജെ.പിയുടെ രാഷ്ട്രീയ കുതന്ത്രങ്ങളെ തുടക്കം മുതൽ തന്നെ തൃണമൂൽ കോൺഗ്രസ് പൊളിച്ചടുക്കിയിരുന്നു. അതുപോലെ തന്നെ ഓം ബിർളയുടെ കള്ളക്കളികളെ ചോദ്യം ചെയ്തുകൊണ്ട് പൊളിച്ചടുക്കിയ വ്യക്തിയാണ് കല്യാൺ ബാനർജി. ഇതെല്ലാം തെളിയിക്കുന്നത് ബി.ജെ.പിയുടെ ഒരു തന്ത്രവും തൃണമൂൽ കോൺഗ്രസിന്റെ അടുത്ത് നടക്കില്ല എന്ന് തന്നെയാണ്. അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി എന്ത് നെറികെട്ട രാഷ്ട്രീയം ബി.ജെ.പി കളിക്കുമെന്ന കാര്യം ഇതിനോടകം ഉറപ്പാണ്. ഇനിയും എന്തൊക്കെ രാഷ്ട്രീയ കുതന്ത്രങ്ങൾ ബി.ജെ.പിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന കാര്യം കണ്ടു തന്നെ അറിയാം.